ഇതെല്ലാം കാട് കുറേശ്ശെ കളയാൻ നോക്കിയെന്ന് പറ്റുന്നില്ല. എനിക്ക് ഇത് മണങ്ങിയിട്ട് ചെയ്യാനും പറ്റുന്നില്ലല്ലോ. വലിയ കത്തികളുണ്ട്, അതിനെ കൊണ്ട് മെല്ലെ മെല്ലെ ആക്കിയിട്ട് ഇത്ര പോലെ ആക്കിയതാ. ഉണ്ടല്ലേ കുട്ടിയതുണ്ട്, ഒരുപാടുണ്ടായിനിതാ. അപ്പുറമെല്ലാം അന്ന് കളഞ്ഞത് അതെല്ലാം ആദ്യം അതുപോലെ വന്നത്. പിന്നെ മഴയായാലേ ഒന്നും വൃത്തിയാക്കാനും പറ്റൂല. അപ്പോൾ അവിടെ എല്ലാം കണ്ടില്ല ആദ്യം വന്നതാ. എന്താ കളഞ്ഞത്? കുറച്ച് ഞാൻ കളയാനാവുമോ നോക്കട്ടെ, കുറച്ചും കൂടെ. പിന്നെ രാവിലെ വന്നിട്ട് കുറച്ച് നേരം കളഞ്ഞു. കുറച്ചും കൂടെ കളയാൻ നോക്കാം. അതൊക്കെ തന്നെയല്ലേ ഇതാണ്ടില്ലേ. കുഞ്ഞൊക്കെ പിന്നെ ഇരുന്ന് ഇഷ്ടം പോലെ ഇതാ പൂ പിടിച്ചിട്ടുണ്ടാ, നല്ലോണം പിടിച്ചിട്ടുണ്ട്. വേണ്ട നിറയെ ഉണ്ട്. ഇതിനെ ഞാൻ പറയുന്നത് സീനാന്ന്, സീനപ്പൂവാന്ന്. ഇത് കോസ്മസ് ആണെന്നുള്ളത് ഉണ്ടല്ലേ. ഇത് കോസ്മസ് ആണെന്നാണ് പറയുന്നത്. എനിക്കത് അറിയില്ല അതിൻ്റെ പേര്. ഞാൻ സീന എന്ന് പറയും. ഇത് അറിയുന്നവർ പറയണേ. രസമല്ലേ നോക്കിയാൽ. നിറയെ ഉണ്ട്. നമ്മളെ ഇലയെല്ലാം ഭാര്യയിട്ടിട്ട് ആക്കിയ വളം ഇതായിട്ടില്ലേ, ചീഞ്ഞ് കുറേ ഉണ്ടല്ലേ. എന്താ നല്ല ചീഞ്ഞത്. ബയോഗ്യാസിൽ വെച്ചാൽ ഗ്യാസ് വന്നതാ, എന്നെ വരുന്നുണ്ട്. അപ്പം അതാ കഞ്ഞിര വെള്ളമെല്ലാം ഗ്യാസല്ലേ, ഇലയും പച്ചലയും എല്ലാം ഗ്യാസാണ്. നല്ല ഗ്യാസ് കിട്ടതുകൊണ്ട് വെച്ചാൽ അല്ലേ. ഇനി കുറച്ചും കൂടി ആയിട്ടാകുമ്പോൾ നമുക്കിത് വിത്തൊഴിക്കാം. ഒന്നും കൂടി ചെയ്യട്ടെല്ലാം. ഇതില്ലേ നല്ല വളമായില്ലേ. ഇതിനപ്പുറം നല്ല വളമെന്നായില്ല. ചുവന്ന കാട് ഉണ്ട്. ഇത് വിത്ത് കെട്ടിപ്പോയാൽ ഇത് നിറയെ കാടാവും. എവിടെയെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിറച്ചു ആവും. ഇതാ നമ്മൾ ചായ കാണിച്ച കുറേ ഉണ്ടായിരുന്ന എല്ലാം കൊത്തി കളഞ്ഞു. ഞാൻ ഇനി തീർത്തോളൂല്ല. കുറച്ചതിൽ നിന്ന് തുറമ്പൊക്കെ എന്നിട്ടല്ലേ മരം കാടല്ലേ ഉണ്ടായിരുന്ന അറിഞ്ഞത്. എല്ലാം ആളൊന്നും ഉണ്ടായിട്ടൊന്നും കാര്യമില്ല. എല്ലാം ചെയ്യുന്ന കൈ തന്നെ വേണം, എന്നാലേ ഇതെല്ലാം നേരെയാവില്ല. ഉണ്ടല്ലേ. ഒരു സാധനം ഉണ്ട്, ഇതാ ഓർമ്മയായിട്ട് ഇടാൻ നിൽക്കുന്നുണ്ടോ ഈ കല്ല് കണ്ട. ഇത് നമ്മൾ പഴയ ആദ്യത്തെ ആലക്ക് സിമെൻ്റ് ഇട്ടതാണിത്. അന്നേരം നല്ല വാർപ്പല്ലേ. ഇത് ഞാൻ ആദ്യം കിടന്നു പോയാലും ആദ്യം ഞാനൊക്കെ കിടന്നു ഒരു 10 കൊല്ലത്തിലധികം തീരെ കിടന്നു. അനങ്ങാൻ പറ്റാണ്ട് കിടന്നിന്. ഞാൻ കാലിൻ്റെ വിരൽ പോലും അനങ്ങാണ്ട് കിടന്നിന്. ആ സമയത്ത് ഞാൻ ഇങ്ങനെ അന്നേരമൊന്നും ഇല്ലല്ലോ പഠിക്കാനോ പാത്രം കഴുകാനൊന്നും, എല്ലാം നിലത്തല്ലേ. ആ സമയത്ത് ഇത് ഇങ്ങനെ 4 കല്ലും എടുത്ത് വെച്ച് അതിൻ്റെ മേലെ വരത്ത് വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് പഠിക്കൽ. അതിനാണിത്. ഇതിപ്പോൾ നല്ല വാർപ്പമൊക്കെ എത്രയോ കാലമായി. എൻ്റെ മക്കളെ വയസ്സ് തന്നെ ആവാനായി ഇനി. അങ്ങനത്തെ ഒരു വാർപ്പാണിത്. അങ്ങനെയാണ് ഞാൻ പാത്രമെല്ലാം പഠിക്കൽ. വെള്ളമെല്ലാം കോരി കുഞ്ഞുമേട്ടൻ സ്റ്റൂളിൻ്റെ മുകളിലെല്ലാം വെച്ച് തരും. അന്ന് ഇങ്ങനെ നിന്നിട്ട് തന്നെ മെല്ലെ കുറച്ചെല്ലാം എണീക്കാനായി. പിന്നെ അങ്ങനെയാണ് ഞാൻ കുറേ കാലം കഴിഞ്ഞ് 10 കൊല്ലമെല്ലാം കഴിഞ്ഞ് പിന്നെ ആടുന്ന് ഒന്ന് എണീക്കുമ്പോൾ ഈ വീട് കെട്ടുമ്പോഴെല്ലാം ഞാനിങ്ങനെ കിടക്കുക തന്നെ ഇന്ന്. ഈ വീട് കെട്ടുമ്പോഴല്ലോ അതിൽ പിന്നെ എണീച്ചിട്ട് വീണ്ടും തുടങ്ങിയത്. ലേശം കഴിയുമ്പോൾ പിന്നെ ആകുമ്പോൾ ഒന്നും ചിന്തിക്കൂലല്ലോ. പിന്നെ അതേ വീണു, അതേപോലെ അതിനേക്കാളും വീണു. എന്നാലും നമുക്ക് സമാധാനം ഉണ്ടല്ലോ, എല്ലാം ആയല്ല. അതേപോലെ കിടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒന്നും ആയി പോട്ടില്ല. അപ്പോൾ കിടന്ന് എണീച്ചത് കൊണ്ട് കുറച്ച് നമ്മൾ അങ്ങനെ ആയി. അങ്ങനെയല്ല നമ്മളെ കണ്ടില്ലേ. നാളെ തുടങ്ങിയതാ. കണ്ട് വലിച്ച കാടെല്ലാം കണ്ടത് അത്രയേ ഇല്ല. ഇത് വലിക്കാനും പറ്റുന്നില്ല. എനിക്ക് കത്തിയാളുകൊണ്ട് ഈ കൈക്ക് വിലം കൊടുക്കാനും കഴിയില്ല. പറിച്ചാൽ കിട്ടുന്നില്ല, കുറച്ച് ഉണങ്ങിപ്പോയില്ലേ. എങ്ങനെയെങ്കിലും ആവട്ടെ, ഒന്ന് പറിച്ച് അങ്ങനെ ആക്കിയിട്ട് എല്ലാം ഒന്ന് കുറച്ചായിട്ട്, അധികമൊന്നും ഞാൻ എടുക്കുന്നില്ല, കുറച്ചായിട്ട് അങ്ങനെ വൃത്തിയാക്കാം. അപ്പോൾ അതൊക്കെ എന്നല്ലേ ഇതെല്ലാം വേണ്ട. ഒന്നിനും ആളില്ലാണ്ടായിപ്പോയില്ലേ. പിന്നെ നമുക്കെല്ലാം പണിക്കാരെ കൊണ്ടുവന്നിട്ട് ചെയ്യാം. അപ്പോൾ ഇതെല്ലാം ഇനിയിപ്പോൾ ആദ്യം വരും. ഇതെല്ലാം ആദ്യം കാട് വരും. മഴ പെയ്താൽ അപ്പോൾ ആദ്യം വരും. ഒന്ന് കളഞ്ഞാൽ അത്ര വൃത്തിയായില്ലേ. നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. സന്തോഷമായി. ഇത് ഇത്ര പോലെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട്, നമ്മൾ സ്ഥിരം ചെയ്യുന്നതല്ല, ഇങ്ങനെ കാട് കയറ്റാൻ വെക്കൂലല്ലോ നമ്മൾ. ഒരുവിധം അങ്ങോട്ടൊന്നും കാണാൻ കഴിയില്ലാണ്ടാ.
അത്രക്ക് കാടാണ്. കാട് വാഴാൻ നമ്മൾ വെച്ചക്കൂലല്ലോ. അപ്പോൾ നാളെ ചെയ്യുക. കുറേ ചേമ്പെല്ലാം ഉണ്ട് നട്ടത്, അതെല്ലാം നാളെ വൃത്തിയാക്കാം. അത് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. എൻ്റെ കുറച്ച് ഇല പറിച്ചിട്ടേ ഈ ഇലയെല്ലാം എനിക്ക് നല്ല ഇഷ്ടമാണ്. ഒരു കറിയും വേണ്ട, പിന്നെ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു തോരൻ മതി എനിക്ക്. കുറച്ചെടുത്തിട്ട് മൂത്തൊന്നും എടുക്കണ്ട, ചള്ള് മാത്രം എടുത്തിട്ട് നിറയെ ആ കൊടുങ്കാറ്റ് വന്നാലെല്ലാം പൊട്ടി വീണതാണ്ട് എല്ലാം കുത്തിയാടിയിട്ടിട്ട് അപ്പുറമെല്ലാം ഉണ്ട് ഇഷ്ടം പോലെ. ചായ മിനിച്ചാണിത്, ചായ മിനിച്ച